ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. സോ വരാൻ വേണ്ടി പോകുന്ന നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. സിസ്റ്റം അനലിസ്റ്റ് ഇൻ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. അതിൻ്റെ കാറ്റഗറി നമ്പർ 67/2024. നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. സോ നിങ്ങൾക്ക് അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ PSC തുളസിയുടെ പ്രൊഫൈലിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും. 67/2024 കാറ്റഗറി നമ്പർ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നിലവിൽ ഇത് പ്രൊഫൈലിൽ വന്നിട്ടില്ല. നിലവിൽ ഇത് ഗസറ്റ് വിജ്ഞാപനം വന്നിട്ടേ ഉള്ളൂ. മിക്കവാറും 1-2 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്കിത് പ്രൊഫൈലിൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. സോ ഡിപ്പാർട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള. നെയിം ഓഫ് ദി പോസ്റ്റ് എന്ന് പറയുന്നത് സിസ്റ്റം അനലിസ്റ്റ് ആണ്. സ്കെയിൽ ഓഫ് പേ 59,300 മുതൽ 1,20,000 വരെയുള്ള സ്കെയിൽ ഓഫ് പേ ആണ്. നിലവിലുള്ള വേക്കൻസികൾ 1 നമുക്കതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കിയാലോ. ഏജ് ലിമിറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ ഇതൊരു എക്സ്പീരിയൻസ് വേണ്ട പോസ്റ്റാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഒന്നുകിൽ MCA ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ BTech ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്. ദെൻ 3 years എക്സ്പീരിയൻസ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ BTech ഉണ്ടായിരിക്കണം. 5 വർഷത്തെ ഡാറ്റ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. നിരവധി ആൾക്കാർ ഈ പറയുന്ന ഡാറ്റ പ്രോസസ്സിങ്ങും അതേപോലെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലും IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന നിരവധി BTechകാരുണ്ടാവും. അവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു പോസ്റ്റാണിത്. വളരെ നല്ലൊരു പോസ്റ്റാണ്. ദെൻ MSc വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഇലക്ട്രോണിക്സ്, ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്. അതിലും 5 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമായിട്ടുള്ളതാണ്. ഓക്കെ അല്ലേ? യെസ്. സോ ചെറിയൊരു വീഡിയോ ആണ്. മിക്കവാറും ഒരു 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് 18-ാം തീയതി വരാനാണ് സാധ്യത കേട്ടോ. കാരണം ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 18-19 സോ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൂടുതൽ എക്സാം റിലേറ്റഡ് ന്യൂസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.